വംശനാശ ഭീഷണി നേരിടുന്ന ഉറുമ്പ് തീനിയെ വിൽക്കാൻ ശ്രമിച്ച 6 പേരെ തിരുവനന്തപുരത്ത് വനംവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ വിൽപ്പനയ്ക്ക് കരുതിയിരുന്ന ഉറുമ്പ് തീനിയെയും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്ന ഷെഡ്യൂൾ 1-ൽപ്പെട്ട വന്യജീവിയാണ് പാൻഗോലിൻ അഥവാ ഉറുമ്പ് തീനി. ഈനാമ്പേച്ചി, അളുങ്ക് എന്നീ പേരുകളിലും ഈ ജീവി അറിയപ്പെടുന്നു. ഇതിന്റെ കട്ടിയുള്ള തോൽ ഉപയോഗിച്ച് ബുള്ളറ്റ് പ്രൂഫിനേക്കാൾ ഉറപ്പുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാമെന്നും ഇതിന്റെ തോലിൽ ഇറീഡിയം അടങ്ങിയിട്ടുണ്ടെന്നും പ്രചരിപ്പിച്ചാണ് ഈ നിരുപദ്രവ ജീവിയെ വന്യജീവി വേട്ടക്കാർ വിൽപ്പന നടത്തുന്നത്. ഇതിന്റെ രക്തത്തിന് ലൈംഗിക ഉത്തേജന ശേഷിയുണ്ടെന്നും പ്രചാരമുണ്ട്. എന്നാൽ ഇവയൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് വനം വകുപ്പ് വ്യക്തമാക്കുന്നു. ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച് വിൽപ്പന നടത്തുന്നതിന് കൊണ്ടുവന്ന ഉറുമ്പ് തീനിയെയാണ് തിരുവനന്തപുരം സ്വീകാര്യത്തു നിന്ന് വനം ഇന്റലിജൻസ് പിടികൂടിയത്. വിൽപ്പനക്കാർ എന്ന് കരുതുന്ന 6 പേരെയും ഒരു ടവേര കാറും വനം വകുപ്പ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം ഡിവിഷനിലെ പാലോട് പരുത്തിപ്പള്ളി റേഞ്ചിലെ സ്റ്റാഫും തിരുവനന്തപുരം ഫ്ലൈയിങ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിൽ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർമാരും സ്റ്റാഫും ഇന്റലിജൻസ് സ്റ്റാഫും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ഇന്ന് ഒരു സംരക്ഷിത വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1-ൽപ്പെടുന്ന പാങ്കോളിനെ കച്ചവടം ചെയ്യാൻ ശ്രമിച്ച 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ഈ പാങ്കോളിനെ കടത്താൻ ഉപയോഗിച്ച ടവേറ വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആര്യങ്കാവ് വനത്തിൽ നിന്നാണ് വിൽപ്പന സംഘം ഇതിനെ പിടികൂടിയതെന്നാണ് പ്രാഥമിക വിവരം. അറസ്റ്റിലായ 6 പേരിൽ 3 പേർ ആര്യങ്കാവ് സ്വദേശികളാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനം വകുപ്പിലെ ഒരു താൽക്കാലിക വാച്ചറും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. കോടതി ഉത്തരവ് പ്രകാരം ഉറുമ്പ് തീനിയെ തിരുവനന്തപുരം മൃഗശാലയ്ക്ക് കൈമാറുകയോ വനത്തിനുള്ളിലേക്ക് വിടുകയോ ചെയ്യുമെന്നാണ് വനം വകുപ്പ് നൽകുന്ന സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.